പണ്ട് ഗോഡ്സില്ല സിനിമകൾ ജപ്പാനിൽ മാത്രം ഒതുങ്ങിയിരുന്ന കാലത്ത് അമേരിക്ക പോലും ഗോഡ്സില്ല സിനിമകൾ ഇറക്കുന്നതിനും ഒരുപാട് മുൻപ് നമ്മുടെ നാട്ടിൽ, അതായത് ബോളിവുഡിൽ ഒരു ഗോഡ്സില്ല ചിത്രം ഇറങ്ങിയിരുന്നു. അതാണ് ഗൊഗോള. 1966 TM റോയ് നിർമ്മിച്ച് ബൽവൻ ദാവെ സംവിധാനം ചെയ്ത ഈ ചിത്രമല്ലാതെ ഇന്ന് വരെ ബോളിവുഡിൽ മറ്റൊരു മുഴുനീളൻ കൈജു സിനിമ ഇറങ്ങിയിട്ടില്ല. ജാപ്പനീസ് കൈജു സിനിമയായ ഗോഡ്സില്ല, ബ്രിട്ടീഷ് മോൺസ്റ്റർ ചിത്രമായ ഗോർഗോ, ഹോളിവുഡ് ചിത്രമായ കിങ് കോങ് തുടങ്ങിയവയിൽ നിന്ന് നന്നായി പ്രചോദനം ഉൾക്കൊണ്ടാണ് ബൽവൻ ദാവെ ഗൊഗോള നിർമ്മിച്ചിരിക്കുന്നത്. ഗൊഗോള എന്ന പേര് പോലും അങ്ങനെയാണ് ഉണ്ടായത്. അക്കാലത്ത് വിദേശ ആക്ഷൻ സിനിമകളും സയൻസ് ഫിക്ഷൻ സിനിമകളും കോപ്പിയടിച്ച് കുറെ മസാലയും ചേർത്ത് നിർമ്മിക്കുന്ന ബി ഗ്രേഡ് സിനിമകൾ ബോളിവുഡിൽ സാധാരണമായിരുന്നു. അപ്രകാരം കിങ് കോങ്ങും ഡ്രാക്കുളയും ടാർസനും ഏലിയൻസും എല്ലാം ഉച്ചപടങ്ങളായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരുന്നു. അത്തരമൊരു പരീക്ഷണം തന്നെയായിരുന്നു ഗൊഗോളയും. ലഭ്യമായ ചുരുക്കം ചില വിവരങ്ങൾ വെച്ച് ഗൊഗോളയുടെ കഥ ഏതാണ്ട് ഇങ്ങനെയാണ്. മുംബൈ നഗരത്തിലെ ഒരു ബീച്ചിൽ പിക്നിക് ആഘോഷിക്കുകയായിരുന്നു കൗമാരക്കാരായ കുമാറും ആശയും കുറച്ച് സുഹൃത്തുക്കളും. അപ്പോഴാണ് സമുദ്രത്തിൽ നിന്ന് ഒരു വലിയ രാക്ഷസൻ ഉയർന്നു വരുന്നത്. ഈ കാര്യം ഉടനെ അധികൃതരെ അറിയിക്കുമെങ്കിലും അവർ അത് മുഖവിലക്കെടുക്കില്ല. എന്നാൽ ഒട്ടും താമസിയാതെ ആ രാക്ഷസൻ നഗരത്തെ ആക്രമിക്കും. നഗരത്തിന് വലിയ കേടുപാടുകൾ ഉണ്ടാക്കുന്ന ആ രാക്ഷസനെ ഗൊഗോള എന്ന് പേരിട്ടാണ് വിളിക്കുന്നത്. ഗൊഗോളയെ നേരിടാൻ പോലീസും പിന്നീട് എല്ലാ സന്നാഹങ്ങളുമായി ആർമിയും എത്തുമെങ്കിലും അതിനെ സമുദ്രത്തിലേക്ക് തിരിച്ചയക്കാനല്ലാതെ കൊല്ലാൻ സാധിക്കില്ല. ഒടുവിൽ ശാസ്ത്രജ്ഞനായ ആശയുടെ പിതാവാണ് ഗൊഗോളയെ കൊല്ലാൻ ശക്തിയുള്ള ഒരു മാരക വിഷം കണ്ടെത്തുന്നത്. ആ വിഷം കുത്തിവെച്ച് ഗൊഗോളയെ എന്നേക്കുമായി നശിപ്പിക്കാൻ കുമാർ തയ്യാറാകും. എന്നാൽ രഹസ്യമായി ആശയെ പ്രണയിക്കുന്ന വില്ലനായ ലച്ചു കുമാറിന്റെ പ്ലാൻ തകർക്കാൻ ശ്രമിക്കുന്നു. കുമാറിനെയും കൊന്ന് ഗൊഗോളയെ ഇല്ലാതാക്കിയ ക്രെഡിറ്റുമെടുത്ത് ആശയെ സ്വന്തമാക്കണമെന്നതായിരുന്നു ലച്ചുവിന്റെ ഉദ്ദേശം. വീണ്ടും നഗരത്തെ ആക്രമിക്കുന്ന ഗൊഗോള അനവധി കെട്ടിടങ്ങളും റോഡുകളും തകർത്ത് മുംബൈ നഗരത്തെ ഭാഗികമായി വെള്ളത്തിനടിയിലാക്കുന്നു. ഗൊഗോളയെ കൊല്ലാനായി സമുദ്രത്തിലേക്ക് പോകുന്ന കുമാർ അവിടെ വെച്ച് ചതിക്കാനായി പുറകെ വന്ന ലച്ചുവുമായി ഏറ്റുമുട്ടും. തുടർന്ന് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് കുമാർ വിഷം കുത്തിവെച്ച് ഗൊഗോളയെ ഇല്ലാതാക്കുന്നു. ഗൊഗോളയുടെ കൈകൊണ്ട് തന്നെ ലച്ചുവും മരിക്കും. അങ്ങനെ ഗൊഗോളയുടെ ഭീഷണി മാറിയ മുംബൈ നഗരത്തിൽ കുമാറും ആശയും സന്തോഷത്തോടെ ജീവിക്കുന്നു. ഒരു ഗോഡ്സില്ല ചിത്രത്തിന് വേണ്ടതെല്ലാം ഗൊഗോളയിലും ഉണ്ടായിരുന്നു. മാനമുട്ടെ ഉയർന്നു നിൽക്കുന്ന രാക്ഷസൻ, അടിച്ചു തകർക്കാൻ ഇഷ്ടം പോലെ കെട്ടിടങ്ങൾ, സൈന്യവുമായുള്ള ഏറ്റുമുട്ടൽ. അങ്ങനെ ഒരു ജാപ്പനീസ് കൈജു സിനിമയുടെ എല്ലാ പ്രത്യേകതകളും ചേർത്ത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച സിനിമയായിട്ടും ഗൊഗോള ഒരു പരാജയമായിരുന്നു. വളരെ കുറഞ്ഞ ബജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രത്തിൽ സ്പെഷ്യൽ എഫക്ട്സ് എല്ലാം തന്നെ മിനിയേച്ചർ സെറ്റുകൾ ഉണ്ടാക്കിയാണ് ചെയ്തിരിക്കുന്നത്. പുറത്തുനിന്ന് ആരെയും വിളിക്കാൻ പണമില്ലാത്തത് കൊണ്ട് സംവിധായകൻ തന്നെയാണ് ആ ജോലിയും ഏറ്റെടുത്തത്. മാത്രമല്ല ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ തുണിയും പേപ്പറും റബ്ബറും വെച്ച് ഒട്ടും പെർഫെക്ഷൻ ഇല്ലാതെയാണ് ഗൊഗോളയുടെ സൂട്ടും നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണത്തിലെ പോരായ്മകൾ കാരണം സൂട്ടിനകത്ത് ഒട്ടും തന്നെ വായു സഞ്ചാരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഷൂട്ടിങ്ങിനിടെ അത് ധരിക്കുന്നവർ ചൂട് കാരണം ബോധം കെട്ട് വീഴുന്നത് പതിവായിരുന്നു. പ്രധാനമായും മികച്ച ഒരു കാസ്റ്റിന്റെ കുറവാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ മറ്റൊരു പോരായ്മ. പണ്ട് മുതലേ താരങ്ങളുടെ പേര് വെച്ച് സിനിമയോടിച്ചാണല്ലോ ശീലം. അതിൽ ആകെ തിരിച്ചറിയുന്ന ഒരു താരം അത്രയും കാലം ബാലതാരമായി വേഷമിട്ട തബസ്സും എന്ന നടി മാത്രമായിരുന്നു. പിൽക്കാലത്ത് അവർ അറിയപ്പെടുന്ന അവതാരകയും നടിയുമായി മാറി. താരങ്ങളുടെ കുറവിനൊപ്പം നല്ലൊരു പ്രൊഡക്ഷൻ ബാനറിന്റെ കുറവും നല്ല വിതരണക്കാരെ കിട്ടാത്തതും വളരെ കുറഞ്ഞ ബജറ്റും ചിത്രത്തിന് തിരിച്ചടികളായി മാറി. ചിത്രം പൂർണ്ണമായും പരാജയമായിരുന്നുവെന്ന് ഉറപ്പിച്ചു പറയാൻ മറ്റൊരു കാരണം കൂടെയുണ്ട്. ഒരു ശരാശരി വിജയമെങ്കിലുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ ചിത്രം പിന്നീടുള്ള കാലങ്ങളിലെല്ലാം ചർച്ച ചെയ്യപ്പെട്ടേനെ. അതിന്റെ കാസറ്റുകളും DVD-കളും വരെ സുലഭമായി ഇന്ന് ലഭിച്ചേനെ. എന്നാൽ അന്ന് തന്നെ ആർക്കും വേണ്ടാതിരുന്ന സിനിമയായത് കൊണ്ടാകാം പിന്നീട് ആ ചിത്രത്തിന്റെ ഒറിജിനൽ പ്രിന്റ് പോലും ആരും കണ്ടിട്ടില്ല. ഇന്ന് ആകെ ഒരു പാട്ടും പ്രമോഷൻ ഉപയോഗിച്ച ചില ചിത്രങ്ങളുമല്ലാതെ മറ്റൊന്നും തന്നെ ബാക്കി കിടപ്പില്ല. അങ്ങനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഇന്ത്യയുടെ ആദ്യത്തെ കൈജു സിനിമ ഇന്നും ജീവിക്കുന്നത് പണ്ടെങ്ങോ കണ്ടുമറന്ന ഒരു തലമുറയുടെ ഉള്ളിൽ മാത്രമാണ്. രസകരമായ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഗൊഗോളയ്ക്ക് ശേഷം പിന്നീടൊരു മോൺസ്റ്റർ സിനിമ ഇന്ത്യയിൽ ഇറങ്ങുന്നത് അത് നമ്മുടെ സ്വന്തം മലയാളത്തിലാണ്.
1991 റിലീസായ അഗ്നി നിലാവ്. റിസബാവയും രഞ്ജിനിയും സായ് കുമാറും ഒപ്പം മലയാളത്തിലെ കോമഡി രാജാക്കന്മാരും അഭിനയിച്ച ഈ ചിത്രത്തിൽ ഗോഡ്സില്ലയുടെ ശത്രുവായ മെക്ക ഗോഡ്സില്ലയുമായി സാമ്യമുള്ള ഒരു രാക്ഷസനെയാണ് വില്ലനായി അവതരിപ്പിച്ചിരിക്കുന്നത്. അതേ വർഷം തന്നെ ഹിന്ദിയിൽ അജൂബ കുദ്രത് ക എന്ന മോൺസ്റ്റർ ചിത്രം കൂടെ ഇറങ്ങിയെങ്കിലും അത് ഹിമാലയത്തിലുള്ളതായി പറയപ്പെടുന്ന അജ്ഞാത ജീവിയായ യതിയുടെ കഥയാണ്. അടുത്ത കാലത്ത് ഗൊഗോളയുടെ നഷ്ടപ്പെട്ട പ്രിന്റ് ഒരാൾ കണ്ടെത്തി എന്ന തരത്തിൽ ചില വാർത്തകൾ വന്നിരുന്നു. കൂടുതൽ അപ്ഡേറ്റുകളൊന്നും ലഭിക്കാത്തത് കൊണ്ട് അതൊരു തട്ടിപ്പാകുമെന്ന് തന്നെയാണ് പലരും വിശ്വസിക്കുന്നത്. എന്തായാലും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പല സിനിമകളും തിരിച്ചെത്തിയതുപോലെ ഒരിക്കൽ ഗൊഗോളയുടെ ഗർജനവും ഒന്നുകൂടെ സ്ക്രീനുകളിൽ മുഴങ്ങും എന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ.